ഇന്ന് രാവിലെ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ അടുക്കളയ്ക്ക് വന്നു. അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇപ്പം എണീറ്റു കേട്ടോ. അങ്ങനെയാണ് ചോറ് വയ്ക്കാൻ വന്നപ്പോഴേക്ക് നേരപ്പം എണീറ്റു. എൻ്റെ കൂടെ തന്നെ എണീറ്റു കേട്ടോ. അങ്ങനെ വീണ്ടും അവനെ കൊണ്ട് ഉറക്കി കെടുത്തിട്ട് പയറെടുത്ത് വേണം കേട്ടോ. പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഇടിച്ചമുളക് ഇട്ടിട്ട് അത് മൂക്കാൻ വെച്ചു. ഇപ്പുറത്ത് ഉപ്പുമാവിനുള്ള സംഭവങ്ങളും കൂടി കടുക് പൊട്ടിച്ചിട്ട് ഇട്ടു കേട്ടോ. പിന്നെ മുളകൊന്ന് മൂത്ത് വന്നപ്പോൾ പയറില്ലേ അത് കഴുകിയിട്ടിട്ടു. പിന്നെ അതൊന്ന് ശരിയായി വരുമ്പോഴേക്കും ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റവയും കൂടി ഇട്ടു. പിന്നെ കുക്കറൊന്ന് ഫ്രീ ആയപ്പോൾ സാമ്പാറിന് പരിപ്പും മത്തങ്ങയും കുറച്ച് കല്ലുപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് അങ്ങനെ ഒരു വിസിലടിപ്പിക്കും. അപ്പോൾ അതിന് വെച്ചു. എനിക്ക് ഇന്ന് തണ്ണിമത്തനാണ് കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ അരിഞ്ഞുകൊണ്ടിരിക്കവേ നമ്മുടെ സോയാബീൻ നീരപ്പം എണീറ്റു കൂട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ്റെ കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് സോയാബീൻ ഫ്രൈ ചെയ്യാനായിരുന്നേ. പിന്നെ നീരപ്പം എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഹോംവർക്ക് ഇത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യിപ്പിച്ചു. ഇത്തിരി കളറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഓടി വന്ന് സാമ്പാർ കാച്ചാണ് കേട്ടോ. അപ്പോൾ കടുകും ഉലുവയും ഇട്ടിട്ട് കുറച്ച് സാമ്പാർ പൊടി 1.5 സ്പൂൺ സാമ്പാർ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പച്ചക്കറി വെന്തപ്പോൾ അങ്ങനെ ഇട്ട് തിളപ്പിക്കാൻ വെച്ച് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം റെഡിയായി. ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ചോറ് സോയാബീൻ ഫ്രൈ പയറുപ്പേരിയും റെഡിയാക്കി. ഒരു പാത്രത്തിൽ സാമ്പാർ കൂടെ ആക്കി. പിന്നെ വാട്ടർ ബോട്ടിലിൽ വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി എടുത്തു. മാവ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തോണ്ടേ അതിൻ്റെ മുകളിലിരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ താഴെ വീഴും. അതാട്ടോ താഴെ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാറ്. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇന്നൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. ABCDF വരെ ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ അതൊന്ന് എഴുതിപ്പിച്ചു. പിന്നെ ഒക്കെ കഴിഞ്ഞ് 5 മിനിറ്റ് മുന്നേ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. സോക്സൊക്കെ ഇടിയിപ്പിച്ചിട്ട് ഷൂ ഒക്കെ നല്ല കറിയുണ്ടായിരുന്നു കേട്ടോ. കഴുകി വയ്ക്കാൻ മറന്നു പോയതാ. അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ സ്കൂൾ ബസ് വരാൻ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ സ്കൂൾ ബസ് വന്ന് അവനെ കയറ്റി വിട്ടു. ഇനി മുറ്റടിക്കാനൊക്കെ ഉണ്ട്. കുറച്ചധികം പണികളുണ്ടോ എല്ലാം കൂടെ ഞാൻ ഒരു ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക. മറ്റേ വീഡിയോ ഞാൻ അടിയിലിടാതൊന്ന് പോയി കണ്ടോളാം കേട്ടോ. ശരി അപ്പോൾ.